ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. റിപ്പോർട്ട് പുറത്തുവിടുന്നതടക്കമുള്ള നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട നിർമ്മാതാവ് സജിമോൻ പാറയിലാണ് ഹർജി നൽകിയത്. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഷബ്ന സിയാദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷബ്ന, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി 5 വർഷമാകുമ്പോഴാണ് ആ റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തുവിടാനായി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി വന്നിരിക്കുന്നത്. അതും ഒരു നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? വീണ, റിപ്പോർട്ട് വിടരുത് എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയിട്ടുള്ളത്. റിപ്പോർട്ട് പുറത്തുവിടുന്നത് സിനിമാ മേഖലയിലെ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കും എന്നാണ് പ്രധാനമായും ഹർജിക്കാരൻ ഉന്നയിക്കുന്നത്. സിനിമാ നിർമ്മാതാവ് കൂടിയാണ് ഈ ഹർജിക്കാരൻ. തുടർ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമാണ് ഇടക്കാല ഉത്തരവിടണം എന്നും കോടതിയിൽ ആവശ്യപ്പെടുന്നു. ഹർജി അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് PM മനോജിന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഇന്നിടയിൽ ഈ ഹർജി പരിഗണിക്കാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഹർജി കോടതി പരിഗണിക്കും. ഏതായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഇത്തരത്തിലൊരു കമ്മിറ്റിയെ നിയമിക്കുകയും അതിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുകയും ചെയ്തു. തുടർന്നാണ് വിവരാവകാശ കമ്മീഷൻ ഇടപെട്ട് സ്വകാര്യ വിവരങ്ങൾ ഒഴികെയുള്ള ഭാഗങ്ങൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തിരുന്നത്. ഇത് സംബന്ധിച്ച് അപ്പീൽ നൽകിയ 5 പേർക്ക് ഇന്ന് റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറാനിരിക്കെയാണ് ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി എത്തുന്നത്. 2019 ഡിസംബർ 31-നായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. സിനിമാ മേഖലയിൽ നേരിടുന്ന ചൂഷണങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള റിപ്പോർട്ടായിരുന്നു ഇത്. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം സാംസ്കാരിക വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല. പിന്നീടാണ് വിവരാവകാശ കമ്മീഷൻ ഇടപെടുന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ ഈ നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഏതായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുമോ എന്ന കാര്യം അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനാകും. ഷബ്ന, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട്, അതായത് 5 വർഷത്തിന് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം ഏകദേശം 5 വർഷത്തിന് ശേഷമാണ് ഇതൊരു ഭാഗികമായെങ്കിലും ഈ റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരികയാണെങ്കിൽ തന്നെ നമ്മൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? വീണ, ഈ വിവരാവകാശ കമ്മീഷൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ പേജ് 49 അതുപോലെ 81 മുതൽ 100 വരെയുള്ള പേജുകൾ, പാരഗ്രാഫ് 165 മുതൽ 196 വരെയുള്ള ഭാഗം, അതുപോലെ 96-ാമത്തെ ഖണ്ഡിക, ഇത് ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് എന്ന് വിവരാവകാശ കമ്മീഷൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ചില വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ അടങ്ങുന്ന പേജുകളും ഖണ്ഡികകളുമാണ്. അത് ഒഴിവാക്കി വേണം റിപ്പോർട്ട് പുറത്തുവിടാൻ എന്നാണ് വിവരാവകാശ കമ്മീഷന്റെ തന്നെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏറ്റവും സ്വകാര്യമായ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പുറത്തു വരില്ല. പകരം മറ്റ് പ്രശ്നങ്ങൾ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ മാത്രമാകും ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുക. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു നിയമ പോരാട്ടത്തിലേക്ക് അത് എത്തിയിട്ടുള്ളത്. നേരത്തെ പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നേരത്തെ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട് മുൻപ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരുന്നു. വളരെ നാളുകൾക്ക് മുമ്പാണ് ഹർജി എത്തിയത്. അന്ന് കോടതി സ്വീകരിച്ച നിലപാട് ഇത് സർക്കാരിന്റെ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ഇത് സർക്കാരാണ് ഇതിൽ നിലപാട് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് അതിൽ കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല എന്ന് അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഇന്നേതായാലും ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നു. ഈ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് പുറത്തു വിടരുത് എന്നൊരു ആവശ്യം ഇങ്ങനെ ഒരു നിർമ്മാതാവ് ഉന്നയിക്കുന്നു. ഇന്നിപ്പോൾ കോടതി ഇത് ഏത് രീതിയിൽ കാണും എന്നതിന്റെ അനുസരിച്ചായിരിക്കും ഈ റിപ്പോർട്ടിന്റെ മറ്റു നടപടികൾ. എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി വന്നിരിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തുവിടുന്നതടക്കമുള്ള നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട നിർമ്മാതാവ് സജിമോൻ പാറയിലാണ് ഹർജി നൽകിയത്. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നും ഹർജിയിൽ പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ഷബ്ന സിയാദ്.